കഥയുള്ളൂ. അദ്ദേഹം ഇത്രയും കാലം മലയാളത്തിന് നല്ല സിനിമകൾ തന്റെ രചനയിലൂടെ സമ്മാനിച്ചിരുന്നുവെങ്കിൽ സംവിധാനത്തിലൂടെ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമാ സംരംഭം സീക്രട്ട് അത് തിയേറ്ററുകളിൽ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സിനിമയെക്കുറിച്ചും സംവിധാനത്തിലെ അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇന്ന് തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുമായി അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ഒപ്പം ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് ശ്രീ രാജേന്ദ്ര പ്രസാദ്, ഒപ്പം മലയാളത്തിന്റെ തലപ്പൊക്കമുള്ള സംവിധായകരിൽ ഒരാളായ ശ്രീ കെ മധു, നിർമ്മാതാവ് ശ്രീ സുരേഷ് കുമാർ ഏട്ടൻ, അഭിനേതാവ് കൂടിയാണ്, പിന്നെ ഭാഗ്യലക്ഷ്മി, എല്ലാവരെയും തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പേരിൽ ഈ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഈ മീറ്റ് പ്രസ് പ്രോഗ്രാം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒഫീഷ്യലായിട്ട് വരുന്നത്. ഇതിനു മുമ്പൊരിക്കലും എൻ്റെ ഫിലിം സീരിയൽ റിലീസായപ്പോൾ അന്നും ഇതുവരെ ഒരു പ്രസ് മീറ്റിന് ക്ഷണിച്ചിരുന്നു. നിങ്ങൾ വന്നു, ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് സുഹൃത്തുക്കളായിട്ടും സംവാദമൊക്കെ ഉണ്ടായി. ഇന്നുവരെ ഇന്ന് ഞാൻ ഒരു പുതിയൊരു കാൽവെയ്പ്പ് നടത്തിയതിനു ശേഷമാണ് വരുന്നത്. ഒരു എഴുത്തുകാരിൽ നിന്നും ഒരു സംവിധായകനിലേക്കുള്ള ഒരു മാറ്റം ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമയിൽ, സീക്രട്ട് എന്നുള്ള സിനിമയിൽ. കാരണം ആ സിനിമ ഞാൻ ചെയ്യാൻ കാരണം എനിക്കൊരു പ്രത്യേകതരം സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത്. മറ്റുള്ള യൂഷ്വൽ ജേണലിൽപ്പെടാത്ത ഒരു ഡിഫറൻ്റായ വ്യക്തി ഇവിടെ നിങ്ങൾക്കെല്ലാവരും നിങ്ങൾ മുഴുവൻ സിനിമ കണ്ടിരിക്കും. കാരണം നമ്മളിവിടെ പ്രസ് ഷോ നടത്തിയിരുന്നു, അതിന് പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചിട്ട് ഒരുപാട് തരം സംശയങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ പറയാനുണ്ടാവാം. ഞാൻ തന്നെ എൻ്റെ സിനിമയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞ അതിനകത്തൊരു അഭംഗിയുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളായ പത്രമാധ്യമ പ്രവർത്തകരോട് അവർക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്ര പ്രസാദ്, ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. എൻ്റെ ഇതൊരു പുതിയ സംരംഭമാണ്. ഇന്ന് സിനിമ തിയേറ്ററുകളെല്ലാം ഒരുവിധം ബുദ്ധിമുട്ടില്ലാതെ രീതിയിൽ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് എനിക്ക് ഏറ്റവും സംതൃപ്തി തരുന്ന എൻ്റെ സാമ്പത്തിക ലാഭമല്ല. ഇന്നത്തെ സമൂഹത്തിന് സ്വാമിക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയൊരു സന്ദേശം എൻ്റെ ഒരു സിനിമയിൽ കൂടി എനിക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു ആത്മസംതൃപ്തി. അതാണ് എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണം. ഇന്നത്തെ സമൂഹത്തിലും പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അത്യാവശ്യമായ ഒരു സന്ദേശമാണ് ഈ സിനിമയിൽ കൂടി കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത മാധ്യമ സുഹൃത്തുക്കൾ കണ്ട് ഈ സമൂഹത്തിൽ എത്തിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളൂ. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സീക്രട്ട് എന്ന് പറയുന്ന സിനിമയിൽ വേഷം അഭിനയിച്ചു. ഒരു നടനായിട്ടാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന തിരുവനന്തപുരത്ത് ഞാനൊരു പ്രൊഡ്യൂസറായിട്ടാണ് എപ്പോഴും കാണാറുള്ളത്. ഈയിടെയായിട്ടാണ് വേഷം മാറി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വാമിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട്, എനിക്ക് 40 വർഷത്തിൽ കൂടുതലായി ഞാൻ സ്വാമി ഞാൻ നിർമ്മിച്ച സിനിമയ്ക്ക് തിരക്കഥ എഴുതി, അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമ ഞാൻ അഭിനയിച്ചു. കേമോദിന് തന്നെ CBI എന്ന് പറഞ്ഞ കഴിഞ്ഞ പടം, അതിലും ഞാൻ അഭിനയിച്ചു. ഇപ്പം സ്വാമി ഡയറക്ട് ചെയ്ത പടത്തിൽ അഭിനയിക്കാൻ പറ്റി. അതൊരു വലിയ സംഭവമാണ്. സ്വാമി എന്നത് വലിയ സംഭവമാണ്. SN സ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒത്തിരി ഹിറ്റ് സിനിമകളുടെ തിരക്കഥാകൃത്താണ്. എത്രയോ സിനിമകൾ, സ്വാമിയുടെ മിക്കവാറും എല്ലാ സിനിമകളും ാണ്. അപ്പോൾ സ്വാമിയുടെ ആദ്യത്തെ സംരംഭമാണ് ഈ സിനിമ. വളരെ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് ഉള്ളൊരു സംഭവമാണ്. അത് നിങ്ങൾ പോയി കണ്ടിട്ട് വേണം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അല്ലാതെ ഞാൻ ആ സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വളരെ വ്യത്യസ്തമായ രീതിയിൽ സ്വാമി കൺസീവ് ചെയ്തൊരു സ്ക്രിപ്റ്റാണ് അത്. എന്തായാലും അതിന് ഈ സിനിമ വിജയിപ്പിക്കാനുള്ള പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടെ. എല്ലാവർക്കും നമസ്കാരം.
ഞാനും എസ് എൻ സ്വാമിയോടുള്ള ബന്ധം തുടങ്ങിയത് 1984. ശരിക്കും സ്വാമി ഒരു വശത്തൂടെ പറഞ്ഞ സിനിമയിൽ എന്നെക്കാളും ജൂനിയറാണെങ്കിൽ സീനിയറാണ്. സ്വാമി എഴുതിയ സ്ക്രിപ്റ്റ് ജയ സാറ് ഡയറക്റ്റ് ചെയ്തതിനകത്ത് രഹസ്യമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ബന്ധം തുടരുന്നത് 20-ാം നൂറ്റാണ്ടോട്ടാണ്. അത് സിനിമാ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം. അത് CBI വരെ എത്തി. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, സ്വാമി സാധാരണ ഒരു വാചകത്തിലോ 2 വാചകത്തിലോ 3 വാചകത്തിലോ എന്നോട് കഥ പറയും. ഇപ്പോൾ സേതുരാമയ്യർ CBI എന്ന് പറയുന്ന സിനിമയുടെ കഥ ഞാൻ മദ്രാശിയിലെ ഒരു പടമായിട്ട് എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോണ്ടിരിക്കുന്നു. സ്വാമിയോട് വന്നിട്ട് മദ്രാസിലെ എഡിറ്റിംഗ് കൊണ്ട് ബെഞ്ചുണ്ട്. എല്ലാ പ്രമുഖ സംവിധായകരും ഇതിൽ നിന്നുള്ള ബെഞ്ചാണ്. അതിപ്പോൾ അവിടുന്ന് മാറി ഇപ്പോൾ എഡിറ്റിംഗ് ഒന്നും അവിടെ വന്നിട്ട് സ്വാമിയോട് പറഞ്ഞു, എടോ ഞാൻ അതിന് മുമ്പോട്ട് സ്വാമിയോട് പറയുന്നത് CBI അടുത്ത ഭാഗം 3-ാം ഭാഗം നമുക്ക് എടുക്കണമെന്ന് വരട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അത് ഒരു ചെറിയ സാധനം കിട്ടുന്നുണ്ട്. എനിക്ക് എന്താ സാധനം? 6 കൊലപാതകം ചെയ്യുന്നവരാണ് ഒരു CBI ഓഫീസറോട് പറയുന്നു. അതിൽ 5 എണ്ണം ഞാനാണ് ചെയ്തത്, ബാക്കി 1 എണ്ണം ആരാണ് സാർ കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിക്കുന്ന ആളാണ് എസ് എൻ സ്വാമി. അപ്പോൾ അങ്ങനെ സ്വാമി ആ പറഞ്ഞ ഒരു ത്രെഡിൽ നിന്നാണ് സിനിമ കണ്ടത്. അങ്ങനെയാണ് ഞങ്ങളുടെ സിനിമകളെല്ലാം മുമ്പോട്ട് പോകുന്നത്. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രിപ്റ്റിങ്ങിലെ ഒരു പ്രത്യേക രീതിയാണ് സാർ. അത് വഴക്കും വയ്യാതെ ഞങ്ങളുടെ മധ്യസ്ഥൻ മോഹൻലാൽ വന്നിട്ടില്ല മധ്യസ്ഥൻ, മമ്മൂട്ടിയാണ് ഞങ്ങളുടെ മധ്യസ്ഥൻ. വഴക്കും ഒരുപാട് വഴക്കും ഒക്കെ ഇട്ടാണ് ഒരു സിനിമ ഞാൻ സ്വാമിയോട് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ ആ സിനിമ നല്ല സെക്കൻഡ് ഷോ ഇട്ടുണ്ട്. ആദ്യം ഞാനിവിടെ വന്നപ്പോൾ സ്വാമിക്ക് ഷേഖാൻ്റെ കൂടെ ഞാൻ പറഞ്ഞ സ്വാമി ഒരു നല്ല സിനിമ എടുക്കുന്ന സമയമാണ്. ആസ് എ ഡയറക്ടർ ഹി ഡിഡ് ഹിസ് ജോബ് വെരി വെൽ. അതാണ് എനിക്ക് ഒറ്റ വാക്ക് പറയാം. അതിൻ്റെ ബാക്കി കാര്യങ്ങളോടൊക്കെ കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സ്വാമി നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കും. ഒരു സിനിമ അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് സ്വാമിയുടെ പറഞ്ഞത്. സ്വാമി എന്നോട് പറഞ്ഞ ചില കഥകളൊക്കെ ഉണ്ട്, അതിലൂടെയാണ് പോകുന്നത്. സ്വാമി ആ വഴിക്കൂടെല്ലാം വൃത്തിയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ആസ് എ ഡയറക്ടർ. പിന്നെ ഒരു ഒരു സംവിധായകൻ്റെ ആദ്യ സംരംഭം എന്നുള്ളത് തികച്ചും അഭിനന്ദനം ഒരുക്കുന്ന ഒരു സിനിമയാണ് എന്ന് ഞാൻ ഒരുപാട് പടം ഡയറക്റ്റ് ചെയ്തതാണ്, ഒരുപാട് പടം സ്വാമിയോട് കൂടെ വർക്ക് ചെയ്തതാണ്. എൻ്റെ സിനിമകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ഞാൻ പറയുന്നു. സ്വാമിയുടെ ജോലി ഈ സിനിമയിൽ വളരെ ഒരു ഉന്നത നിലവാരപ്പെടും. പിന്നെ അതിൻ്റെ കഥ വളരെ വ്യത്യസ്തമായ കഥയാണ്. ഇത്രയും കാലം എന്നോട് ഈ കഥ പറയാൻ നിന്നാണ് എനിക്കൊരു പരിഭവമുണ്ട് സത്യം പറഞ്ഞു. സ്വാമി പല കഥകളും പറഞ്ഞുകൊണ്ട് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ സ്വാമി ഡയറക്റ്റ് ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ല സ്വാമി. അതുകൊണ്ട് സ്വാമി പറഞ്ഞു ഇനി കഥ പറയും, വേറെ കഥകളൊക്കെ ഉണ്ട് സ്വാമിയുടെ. അതുകൊണ്ട് സ്വാമിക്ക് പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സ്. കാര്യം അദ്ദേഹം പറഞ്ഞൊരു വാചകം വികസിപ്പിച്ചു, ഞാൻ നിർമ്മാതാവാണ്, ഞാൻ നിർമ്മാതാവും സംവിധായകനാണ്, സുരേഷ് കുമാർ നിർമ്മാതാവാണ്, ഭാഗ്യലക്ഷ്മി ഒരുപാട് സിനിമ അസോസിയേഷനാണ്. ഈ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചു, എനിക്കിന്ന് സാമ്പത്തിക നേട്ടത്തിലുപരി ഇതിപ്പോഴത്തെ കാലത്ത് യുവജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാര്യം വിശ്വാസങ്ങൾ ഒരുപാടാണ്. ആ വിശ്വാസങ്ങൾ എങ്ങനെയാണ് വിശ്വാസമായിട്ടും അവിശ്വാസമായിട്ടും ഒരു മനുഷ്യന്റെ മനസ്സിൽ കയറുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വാമി കൊണ്ടുവന്ന ഈ 2 കാര്യങ്ങളാണ്, ഇതിൻ്റെ കഥ, ഇതിൻ്റെ സംവിധാനം. ഇത് രണ്ടിലും സ്വാമി വിജയിച്ചിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ബാക്കി നിങ്ങൾ കണ്ടിട്ട് ഇത് പ്രേക്ഷകരുണ്ടെത്തിക്കും. ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഈ സിനിമയിൽ ജോലി ചെയ്തിട്ടില്ല. ഞങ്ങളെല്ലാവരും തന്നെ വന്നിരിക്കുന്നത് ഒരു സാമൂഹ്യത്തിന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ വന്നിരിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ്. സിനിമ ഇന്ന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ നേരിടുന്ന പല വിധത്തിലുള്ള എന്താ പറയുക പ്രശ്നങ്ങൾ, അത് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ സ്വാമിയേട്ടൻ എത്ര നല്ല എഴുത്തുകാരനാണ് എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു സംശയവുമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ഇന്നും CBI ഡയറക്ടർ ഇത്രയും പല വർഷങ്ങളായിട്ട് ആ സിനിമ ഇന്നും സക്സസ് ആയിട്ട് പോകുന്നത് തന്നെ സ്വാമിയേട്ടന്റെ എഴുത്തും സംവിധാനവും കൂടിയാവുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു മോശം സിനിമ ചെയ്യില്ല എന്ന് ഉറച്ച വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സിനിമ സത്യസന്ധമായി സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും എൻ്റെ അടുത്ത് സിനിമ കണ്ടപ്പോൾ, നമ്മളൊക്കെ സിനിമയിലുള്ളവരായതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമാ സുഹൃത്ത് ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ഇപ്പൊ നേരത്തെ മധുചേട്ടൻ പറഞ്ഞല്ലോ, എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് പിന്നീട് ഞാൻ പേഴ്സണലി വിളിച്ച് പറയാം എന്ന് പറഞ്ഞ മാതിരി അത് നമ്മൾ പേഴ്സണലി വിളിച്ച് പറയും എന്ന് പറഞ്ഞു. പക്ഷേ പുറത്ത് സിനിമയ്ക്കുള്ളിൽ അല്ലാത്ത ഒരുപാട് പേര് നമ്മൾ എല്ലാവരോടും ചോദിക്കുമല്ലോ എങ്ങനെയുണ്ട് സിനിമ എന്ന്. അപ്പൊ ഇന്നിപ്പോ ഞാൻ വിശേഷം എന്ന് പറയുന്ന സിനിമ കാണാൻ പോകാനിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം അപ്പൊ സാധാരണക്കാരായ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന അഭിപ്രായങ്ങൾ വളരെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ്
സിനിമ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയാനുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ചോദ്യവും ഇവിടെ നിന്നുള്ള ഉത്തരവും അനുസരിച്ച് മുൻപോട്ട് പോകും. ഈ ചോദ്യത്തിന് ഞാൻ പല പ്രാവശ്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ് പല സന്ദർഭങ്ങളിൽ. ഈ വ്യത്യസ്തമായ ഒരു സമീപനമല്ല ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ മനസ്സിലുണ്ടായ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു സിനിമയാവുന്നത്. ആ സിനിമ ആയതിനു ശേഷമാണ് ആ ക്യാരക്ടേഴ്സിന്റെ പേര് പുറത്തു വരുന്നതും ഫേമസ് ആവുന്നതും അത് ത്രില്ലർ ആവുന്നതും ത്രില്ലർ അല്ലാതാവുന്നതെല്ലാം അതിന് ശേഷമാണ്. അപ്പൊ ആദ്യം ഉണ്ടാവുന്നത് എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന വളരെയധികം എനിക്ക് സുഖം തോന്നിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അങ്ങനെ തോന്നാൻ കാരണം ഞാൻ ഇത് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഞാനും എൻ്റെ വൈഫും കൂടെ ഒരിക്കൽ എറണാകുളത്ത് ഇതുപോലൊരു മഴക്കാലത്ത് സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനും വരുന്ന പോകുമ്പോൾ മറ്റേ മഹാരാജ് കോളേജിന്റെ മുമ്പിൽ പാർക്ക് അവന്യൂ എന്ന് പറയും, ആ വഴി കൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ സാധാരണ ഇതിൽ ഞാൻ നേരെ പോയി ഫൈനാൻസ് റോഡ് വഴി ചുറ്റി എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റും. അന്ന് 15 മിനിറ്റ് എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് തോട്ട് വരിക, ആ വഴിക്ക് പോകണ്ട, ഇടത്തോട്ട് തിരികെ. അപ്പൊ എനിക്കത് എത്ര എന്തിനാ ഞാൻ എന്നോട് പറയണമെന്ന് ഞാൻ വിചാരിച്ച ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ നേരെ പോകാൻ തോന്നും. പിന്നെയും പറയണ്ട, അതിന്റെ പോകണ്ട, ഇടത്തോട്ട് തിരികെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതും തോന്നി, ഒരു ഭയങ്കര തമാശയായിട്ടൊന്നും ഒരില്ല, എന്തെങ്കിലും ഒന്നും എനിക്ക് ആ സമയത്ത് പറഞ്ഞാൽ ഞാൻ സീരിയസേ ആയില്ല. നോക്കണം നേരെ പോയി അവിടെ ഈ മറൈൻ ഫിഷറീസ് കോളേജിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ മുമ്പിൽ റോട്ടിൽ വെള്ളം കെട്ടി കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ആ വെള്ളം ഇങ്ങനെ സാധാരണ മഴക്കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് പോയപ്പോൾ ഒരു ലോറി ഓപ്പോസിറ്റ് വന്നു. അതിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ ലെഫ്റ്റിലേക്ക് നീങ്ങി ചെന്ന് വീണത് ഒരു വലിയ പടുകുഴിയിലാണ്. ആ കുഴി ഞാൻ അന്ന് മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല. ആ വെള്ളം കെട്ടി കിടക്കണ കാരണം ആ കുഴിയെ കുറിച്ച് എനിക്കൊരു അറിവുണ്ടായില്ല. ഞാൻ വീണു. ഭാഗ്യത്തിന് വൈഫിനെ തല ചെറുതായിട്ടൊന്ന് പൊട്ടി, അത് പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷെ അതല്ല എനിക്ക് അത്ഭുതം. ആരാണ് എന്നോട് ഇത് പറഞ്ഞത്? എന്തിനാണ് എന്നോട് ഇത് പറഞ്ഞത്? എനിക്ക് ആ തോട്ട് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് അതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ഏതെല്ലാം സന്ദർഭത്തിൽ ആ അമ്മാതിരി വിഷയങ്ങൾ വായിക്കാൻ സാധിക്കുമോ, കേൾക്കാൻ പറ്റുമോ, അതെല്ലാം ഞാൻ കേൾക്കും, വായിക്കും. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ഈ ഒരു സിനിമയുടെ തോട്ടുണ്ടായത്. അതായത് നമുക്ക് വരാൻ പോകുന്ന വിധികളെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന, നമ്മളതിനെ പിന്നീടാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, സംഭവിച്ചതിന് ശേഷം. സംഭവിക്കണമെന്ന് നമുക്കറിയില്ല എന്താണ്. ഇപ്പൊ വിധിയാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനെ അപ്രോച്ച് ചെയ്യില്ല. പക്ഷെ വിധി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സംഭവിച്ച ഫെയ്ത്ത്, തലവിൽ, കഷ്ടകാലം, അങ്ങനെ പല പേരുകളും പറയും. അല്ലാതെ അതിനു മുമ്പ് അതിനൊരു വാണി കിട്ടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു പക്ഷേ ജീവിതത്തിൽ പല ദുരന്തങ്ങളും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്നെനിക്കത് മനസ്സിലായി. അപ്പൊ അതിനാണ് ഈ സിനിമയുടെ ഒരു പ്രചോദനം. രണ്ടും ഒന്ന്. ഏത് സയന്റിസ്റ്റും അയാളുടെ കണ്ടുപിടുത്തത്തിന്റെ ഉത്ഭവം അയാളുടെ ഉള്ളിൽ ആദ്യത്തെ ഒരു തോന്നലാണ്. അന്നത് അന്ധവിശ്വാസം. കാരണം അത് നാളെ യഥാർത്ഥം ആവുമോ എന്നൊന്നും അയാൾക്ക് അറിയില്ല. കാരണം അയാളുടെ ഉള്ളിൽ ഇപ്പൊ ഞാൻ പറയാം, ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷന്റെ വ്യക്താവാണ്. അദ്ദേഹത്തിന് അത് എത്രയോ കാലമായിട്ട് ഉള്ളിൽ തോന്നിക്കൊണ്ടിരുന്ന ഒരു ഐഡിയ ആണ്. അദ്ദേഹം ആ ആപ്പിൾ തോട്ടത്തിൽ അതിന് മുമ്പ് എത്രയോ പ്രാവശ്യം പോയിരുന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ഈ ആപ്പിൾ ഒന്നും വീണിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴൊന്നും തോന്നാത്തതുകൊണ്ട് ഇദ്ദേഹം എപ്പോൾ എന്താണ് ഈ ഗ്രാവിറ്റേഷൻ, അങ്ങനെ ഗ്രാവിറ്റേഷൻ എന്ന പേരൊന്നും അറിയില്ല. ഈ എന്താണ് ഈ കുഞ്ഞിനെ വന്ന് നേരെ തപ്പിട്ടുകളായിട്ട് വന്ന് വീഴാൻ കാരണം ഭൂമിയുമായിട്ട് എന്താ കണക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളും ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. അന്ന് ആപ്പിൾ വീണപ്പോൾ ഒരു സെക്കൻഡിൽ പുള്ളിക്ക് അതിന്റെ ഫുൾ ജ്ഞാനം കിട്ടിയെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം 8 വർഷം എടുത്തു സാധാരണക്കാരനിലേക്ക് എത്തിക്കണം. ഒരു സാധാരണ മനുഷ്യന്റെ ഏതെങ്കിലും ഒരുപാട് സമയമെടുക്കും. അതിന്റെ ഓരോ തോട്ടും അനലൈസ് ചെയ്ത് അദ്ദേഹം ഈ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതി വന്ന് അതിന് കറക്റ്റായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളും കാര്യങ്ങളും ഉണ്ടാക്കി ജനമധ്യത്തിൽ സമർപ്പിക്കുമ്പോൾ 8 വർഷം. അപ്പൊ
ആ പ്രൂവ് ചെയ്യുന്നവരെല്ലാം അന്ധവിശ്വാസം തന്നെ. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കാന്നല്ല അതിന്റെ അർത്ഥം. നമുക്ക് ചില സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലുണ്ടായാൽ നമുക്ക് അതിനെ സൂക്ഷിച്ചേ പറ്റും. അതിന് ഏതെങ്കിലും ഒരു കാലത്ത് അത് പുറത്തു വരും, വരാൻ പാടില്ല, എന്ത് വേണമാവാം. അല്ലാതെ നമ്മൾ ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ട് നമ്മൾ അതിന്റെ പുറകെ പോകുന്നതിനല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാത്തിലും അന്ധവിശ്വാസമുണ്ട്. സോഷ്യൽ ബിഹേവിയറിനും എക്കണോമിക്കൽ ബിഹേവിയറിനും ഒരുപാട് കണക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു, ചിലപ്പോൾ സംഭവിക്കുന്നില്ല. അപ്പൊ എല്ലാം അങ്ങനെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് എവിടെ പ്രായോഗികമായി നമ്മൾ ഉപയോഗിക്കുന്ന അതുമായി റിലേറ്റഡ് ആണ്. ഇതിന് ഞാൻ ഒരുപാട് പ്രാവശ്യം ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. മിഥുൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്റെ മനസ്സിലുണ്ടായപ്പോൾ പല അന്വേഷണം നടത്തിയപ്പോൾ എന്റെ മനസ്സിൽ കൂട്ടുകൂടാതെ തോന്നിയ ഒരു ക്യാരക്ടറാണ് അങ്ങനെ. ധ്യാനം പ്രത്യേകിച്ച് പ്രത്യേകതയും ഇതിന് ധ്യാനത്തിനെ കൊണ്ടുള്ള എന്തെങ്കിലും പ്രത്യേക ബെനിഫിറ്റോ ഒന്നും ഉദ്ദേശിച്ചാൽ എന്റെ മനസ്സിൽ ആ ക്യാരക്ടർ ഇയാൾ സുഖമാവും. ഇപ്പൊ എന്റെ മനസ്സിലായിട്ട് എന്റെ ചില എന്റെ പടത്തിലെ ഹീറോസ് ആയ മമ്മൂട്ടിയോ മോഹൻലാലിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അയാൾക്ക് കഴിവുണ്ടെന്ന് മനസ്സിലായില്ല. എല്ലാവരും പറയുന്നതുകൊണ്ട് അയാൾ എല്ലാ സ്ഥിരം സീരിയൽ ടൈപ്പ് അല്ലാന്ന് മനസ്സിലായില്ല. അയാൾക്ക് അങ്ങനെയും പറ്റും ഇല്ലേ? അല്ല, എനിക്കറിയാം, ഞാൻ ധ്യാനിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് പദ്ധതിയൊന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്ക് ആ മനസ്സിൽ തോന്നിയത് ഞാൻ ഓക്കെ ആയിരിക്കും അങ്ങനെ. പക്ഷെ ഇന്ന് ഒരുപാട് എളുപ്പമുള്ള അതിനെ കുറിച്ചൊക്കെ. പക്ഷെ അതിനൊക്കെ ഞാൻ ഇങ്ങനെ ഉത്തരം പറയുന്നത് അയാളുടെ ക്യാരക്ടർ നന്നായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയാം. അല്ല എന്തിനാ അയാളെ ഇത്ര പക്ഷെ അങ്ങനത്തെ റോളല്ലല്ലോ എനിക്ക് ഉദ്ദേശിക്കുന്ന പോലെ. എനിക്ക് കൺവെൻഷനിലായിട്ട് എന്റെ സിനിമകൾ അഭിനയിക്കുന്ന ഒരു ഹീറോസിനെ കൂട്ടി പടം ചെയ്യാൻ പറ്റില്ല. ക്യാരക്ടറൊക്കെ യോജിക്കണ്ടേ ഒരുമായി. അപ്പൊ എനിക്കത് എടുക്കാൻ പറ്റില്ല. അതില്ല, ഞാൻ പറഞ്ഞ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ അത് മാത്രമേ ചിന്തിച്ചു. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കാൻ പോയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവരുടെ അഭിപ്രായങ്ങളുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു തടത്തിലും വെള്ളം കെട്ടാന്ന് പറയുകയാണ്. ഈ സിനിമ കണ്ട ഒരാളെങ്കിലും ഈ സിനിമയെ കുറിച്ച് എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അഫ്കോഴ്സ് പലതും യോജിക്കണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ സംഭവിക്കുന്നു. അല്ലാതെ ഈ സിനിമ പോരാ, നന്നായിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊരു കാരണം ഒരാളും പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ വ്യത്യാസം, ഈ കഥയിലെ വ്യത്യാസം, ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് ഒരുപാട് പേർക്ക് ഇഷ്ടമായി. എന്നോട് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് അയാൾ വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ ലൈഫിലാണ്. കാരണം ഈ ജോലി സംബന്ധമായും അല്ലാതെ കുടുംബ പ്രശ്നങ്ങൾ പല കാര്യം. അത് പറഞ്ഞ് നിസാമിനെ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് എവിടേക്കോ ഒരു ചെറിയൊരാശ്വാസം തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് കഴിയും എന്നാൽ എന്നോട് പറഞ്ഞു. എനിക്ക് അതിനേക്കാളും വലിയ അപ്രിഷിയേഷൻ വേറെ ഒന്നുമില്ല. ഞാനേ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രസ് ക്ലബിൽ ഇതേപോലെ പ്രസ് മീറ്റിൽ അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു. അന്ന് എൻ്റെ CV5 സംവിധാന സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമ കേരളത്തിൽ ആദ്യം തുടങ്ങിയത് ഫറൂഖ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മലബാർ കാലിക്കറ്റിനകത്ത്. ഫറൂഖിൽ ആ ഷോ തുടങ്ങുന്നത് ഏതാണ്ട് 11-11:30 മണിക്കാണ്. കിഴി എന്നും പറഞ്ഞ അന്നൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു. അയാൾ 10 മണിക്ക് ന്യൂസ് ഇറങ്ങും. ആ സിനിമയെ കുറിച്ച് പറയും. ആ സിനിമ കാണാത്ത ഒരാളും പറയുന്ന പോലെ അയാളും പറഞ്ഞ സിനിമ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഈ പറഞ്ഞ റിവ്യൂസ് വന്നു. സിനിമ ഇറങ്ങി തീരുന്ന മുമ്പ്. അപ്പോ നല്ല റിവ്യൂവർ ആണെങ്കിൽ അയാൾക്ക് നെഗറ്റീവും പോസിറ്റീവും എഴുതാൻ സിനിമ ഉണ്ടാകണം.
ഏതെങ്കിലും മൂന്നോ നാലോ വിഷയങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ അംശം കിട്ടിയാൽ അവർ ഫില്ലപ്പ് ചെയ്യും. പിന്നെ അവരുടേതായ സത്യശുദ്ധമായ ഭാഷ. ഇപ്പോൾ ഇതിനകത്ത് അശ്വൻ ഗോപ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഈ സിനിമയെക്കുറിച്ച് പറയുന്ന കേട്ടാൽ നമുക്ക് എനിക്കറിയാം അയാളുടെ സിനിമ കണ്ടിട്ടില്ല, ഇല്ലെങ്കിൽ ഈ സിനിമ കണ്ടത് വേഗം മനസ്സിലായിട്ടില്ല, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാം, നമുക്കറിയില്ല. അപ്പൊ റിവ്യൂ എന്ന് പറയുന്ന സാധനം പാടില്ല എന്ന് ഞാൻ പറയില്ല. റിവ്യൂ വേണം, പക്ഷെ റിവ്യൂവിനകത്ത് നമ്മൾ സത്യസന്ധന്മാരായിരിക്കണം. അതിനകത്ത് നല്ലതുണ്ടെങ്കിൽ നല്ലതായിട്ടും ചീത്തയുണ്ടെങ്കിൽ ചീത്തയായിട്ടും പറയാം, അങ്ങനെ പറയണം. അല്ലാതെ 100% വെറുതെ ആരെങ്കിലും പ്രയോജനപ്പെടുത്താൻ വേണ്ടി നെഗറ്റീവ് റിവ്യൂസ് ചെയ്യാൻ എങ്ങനെ ശരിയാവുക? വേറൊന്നുമല്ല, ഇത് ബാധിക്കുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ആ സിനിമയെ ഒരു പരിധി വരെ ബാധിച്ചു വയ്ക്കാം. ഈ ടെക്നീഷ്യന്മാരെ അല്ല, ഒരു മനുഷ്യൻ കാശ് മുടക്കിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. നമ്മളൊക്കെ വിശ്വസിച്ച് കാശ് മുടക്കി ഒരു പ്രൊഡ്യൂസറുണ്ട്, അയാൾ നിരപരാധി, അയാളെയായിരിക്കും അൾട്ടിമേറ്റ് ആയിട്ട് ബാധിക്കും. അതുകൊണ്ട് എന്ത് പ്രയോജനം അവർക്ക് കിട്ടും? എന്നോട് വിരോധമുണ്ടെങ്കിൽ വേറെ ഏത് രീതിയിലും തീർക്കാം. ഇല്ല, ധ്യാൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ആളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് തീർക്കാം. പക്ഷെ അതിന് ഈ സിനിമ എന്നോട് മാറ്റി, കാരണം അതിലെ കമൻസ് വായിച്ചാൽ അറിയാം ഇവരാരും സിനിമ കണ്ടിട്ടില്ല. ധ്യാനിന് ചീത്ത പറയാൻ വേണ്ടി മാത്രമാണ് ആ കമൻസ് മുഴുവൻ. പടക്കം 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 പൊട്ടി പൊട്ടി ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അയാൾ ആ സിനിമയിൽ എങ്ങനെ അഭിനയിച്ചു? അപ്പോൾ റിവ്യൂസും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കമന്റ്സ് ഒന്നും യാഥാർത്ഥ്യമല്ലെന്ന് വേണം ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ഹിറ്റ് സിനിമകൾ ഇതൊക്കെ വീണ്ടും പറയാൻ ആദ്യമേ അദ്ദേഹം ചോദിച്ച ഈ സ്വാമിയുടെ പടം കാണാൻ പോകുമ്പോൾ ഒരു ത്രില്ലുണ്ടാവും എന്ന് പൊതുവെ സ്വാമി ഒരു മോശം സിനിമ ചെയ്യത്തില്ലെന്നുള്ള അറിവോടും കൂടിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒരുപാട് ത്രില്ലുണ്ട്, ശ്രദ്ധിച്ചില്ല. ഞാൻ അങ്ങനത്തെ സിനിമ ചെയ്യുന്നൊരു സമയമാണ് സ്വാമിയുടെ സ്ക്രിപ്റ്റിലും അല്ലാതെ. അതിനകത്ത് പല സീക്വൻസുകളും ഒരു 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 മൊമെന്ററി ത്രില്ലുണ്ടാക്കുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചിട്ടാണ്. അതായത് പല കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്തുണ്ട്. അതിനകത്ത് ഇപ്പോൾ ആദ്യം ആ സ്വാമി തുടക്കത്തിൽ ആ ഏടെടുക്കാൻ പോകുന്നതിന്റെ ആ ഒരു ത്രില്ല് അത് വളരെ മനോഹരമായിട്ട് തിരഞ്ഞു ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ട് അതിൽ അഭിനയിച്ചവരില്ല. പിന്നെ വേറെ ചില കുഴപ്പങ്ങളൊക്കെ ഞാൻ പിന്നെ സ്വാമിയോട് പറഞ്ഞു എനിക്ക് പറയുന്നത്. പക്ഷേ അതൊക്കെ ഒരു ത്രില്ലിംഗ് മൂഡിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പലതും. പിന്നെ ഈ ഫ്ലാഷ് കട്ടല്ല, അതായത് പല സംഭവങ്ങളും ആ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ അതൊക്കെ സ്വാമി ഫ്ലാഷ് കട്ടിലൂടെ വേറെ രീതിയിൽ അത് ചെയ്യുന്നു. അതൊക്കെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്വാമിയുടെ ഒരു ഒരു കുസൃതിയല്ല, ഒരു കഴിവ് ഇതിനകത്ത് സ്വാമി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സീക്വൻസും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കണ്ടാൽ അതിൽ വളരെ ത്രില്ലുള്ള ഒരുപാട് സീക്വൻസുകൾ അതിനാണ്. പിന്നെ അടുത്തത് ഈ ഇപ്പൊ ചോദിച്ചില്ലേ ഈ ധ്യാനിനെ വെച്ചാണോ സ്വാമി ഈ സിനിമ എടുത്തത്, ധ്യാൻ തന്നെ ആണോ സ്വാമിക്ക് വേണ്ടത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കിട്ടത്തില്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് സ്വാമിയുടെ ഒരു തീരുമാനമാണ്. കാര്യം സ്വാമി ഒരു പക്ഷേ ഒരു പടം ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും മമ്മൂട്ടിയോ മോഹൻലാലോ എല്ലാം ഡേറ്റ് കൊടുക്കും സാധിക്കും. കാര്യം സ്വാമിയുടെ സ്ക്രിപ്റ്റിലൂടെയാണല്ലോ ഒരുപാട് സിനിമകൾ ചെയ്തത്. അപ്പോൾ അതിന് പോകാതെ സ്വാമി ഇങ്ങനൊരു കാര്യത്തിലോട്ട് ഇറങ്ങിയപ്പോൾ അതിനെയാണ് നമ്മൾ അതിനെയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത്. എസ് എൻ സ്വാമിയെ പോലൊരു സീനിയർ റൈറ്റർ അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ പോകും, ഈ കൺവെൻഷണൽ സ്റ്റൈൽ മാറ്റിയിട്ട് അദ്ദേഹം ഒരു കാര്യത്തിൽ അതിനെ അഭിനന്ദിക്കാതെ സിനിമ കാണാതെ ഇത് റിവ്യൂ ചെയ്യുന്നത് എന്താ ഞങ്ങൾ പറയുന്നത്? സഹതാപം മാത്രം. ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പോകണമെന്നുള്ള കാര്യം. കാര്യം ഇദ്ദേഹം പറഞ്ഞ ഒരുപാട് നിർമ്മാതാക്കളായിട്ട് പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി സിനിമ ചെയ്ത ആൾക്കാരാണ്. സുരേഷ് കുമാറിന്റെ സിനിമകളാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അറിയാം. അന്ന് ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും മാന്യമായ രീതിയിലാണ് മനസ്സിലായി. ഇപ്പൊ ഇത് ചെയ്യുന്ന എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. ദയനീയമായിട്ട് അവരോട് എന്തിനീ ചെയ്യുന്നു മാത്രമേ ചോദിക്കുന്നു. അതാണ് എനിക്ക് ഈ യൂട്യൂബർമാരെ പറ്റിയുള്ള അഭിപ്രായം. അടുത്തത് ഈ 20-ാം നൂറ്റാണ്ട് മൂന്നാമനെന്ന് പറഞ്ഞില്ലേ, അതിൽ ചിലത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള ഒരു ആലോചന ഇരിക്കുകയാണ്. അതിലെ ഈ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില സിനിമകൾ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട് ഉണ്ട്. ഇതിന്റെ സൗണ്ട് നെഗറ്റീവ് ഉണ്ടാവണം, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും ആലോചിക്കാം.
ജോഷി കൂടെ ചെയ്ത സിനിമയുണ്ട്, സ്വാമി ഷാജി കൈലാസ് കൂടെ ചെയ്ത സിനിമയുണ്ട്. അങ്ങനെയൊക്കെ സ്വാമിയുടെ സിനിമകളുണ്ട്. പിന്നെ നേരത്തെ ചോദിച്ചില്ലേ മമ്മൂട്ടിയെ മോഹൻലാലിനെ വിളിക്കാൻ ഞാൻ ദൈവങ്ങൾ കൂടുതൽ ജോലി ചെയ്യേണ്ടത് അടുത്തൊരു സിനിമ എനിക്ക് എഴുതി ദൈവത്തെ വിചാരിച്ച് അതിനെ കൊണ്ട് സ്വാമി പ്രേരിപ്പിക്കല്ലേ. എനിക്കൊരു സിനിമ എനിക്ക് ഒരു സിനിമ തരാമെന്ന് സ്വാമി എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ തൽക്കാലം സ്വാമി ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ നോക്കണേ വെച്ചിട്ട് നേരത്തെ അദ്ദേഹം ചോദിച്ചല്ലോ സോഷ്യൽ മീഡിയയുടെ ഇത്തരം വിമർശനങ്ങൾ. പണ്ട് കാലത്തും മലയാള സിനിമയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പടം ഓടാൻ ഒരാഴ്ച ഒരു സമയം കൊടുക്കും, ഒരു സാമാന്യ ഒരു മര്യാദ, ഒരു കുറച്ചു പേര് കണ്ടോട്ടെ. അതായത് ഇപ്പൊ എനിക്കൊരു സിനിമയെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായം ഞാൻ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്താണ്? അപ്പൊ ഞാനിപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇയാളത്ര ശരിയല്ല കേട്ടോ എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ ആ ഒരു പിക്ചറോട് കൂടെ മാത്രമേ ആ വ്യക്തിയെ ഇദ്ദേഹം കാണുകയുള്ളൂ. അതങ്ങനെയല്ലല്ലോ. എനിക്കുള്ള അഭിപ്രായം എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, അത് ഞാൻ സമൂഹത്തിന് മുൻപാകെ അത് ഇറങ്ങിയ അന്ന് തന്നെ ഇതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ, അന്ന് തന്നെ ഇത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് സാമിയേട്ടന് വേണ്ടി മാത്രമല്ല ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. കാരണം ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ അറിയില്ല. അപ്പൊ സാമിയേട്ടൻ പറഞ്ഞു ഇതിന് പിന്നിൽ ബാധിക്കപ്പെടുന്ന ഒരുപാട് തൊഴിലാളികൾ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവുണ്ട്. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായിരുന്നു ശ്രീ സുരേഷ് കുമാർ. ഞാൻ അത് ബോർഡ് മെമ്പറായിരുന്നു. ഞങ്ങൾക്കറിയാം ഒരു സിനിമ ഓടുമ്പോൾ 10 രൂപയാണ് ക്ഷേമനിധി ബോർഡിൽ, 3 രൂപ അല്ലെ, 3 രൂപയാണ് നമുക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നത്. ഈ 3 രൂപയിൽ നിന്ന് 3 രൂപ ഓരോ ആള് ടിക്കറ്റ് എടുക്കുമ്പോഴും ആ 3 രൂപ കൂട്ടി വെച്ച് എമൗണ്ട് വെച്ച് സിനിമക്കാർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്. എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പില് 4-ാം തീയതി ആയി, പൈസ വന്നില്ല, മരുന്ന് വാങ്ങിക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു സിനിമ ഓടുമ്പോ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ ഓടുമ്പോൾ ലോക്ക്ഡൌൺ സമയത്ത് ആദ്യം കുറെ നാൾ കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫണ്ട് ഇല്ലാതായപ്പോ, കാരണം തിയേറ്ററിൽ സിനിമ വരുന്നില്ല, പിന്നീട് ഗ്രാജുവൽ ആയിട്ട് വന്ന് കാന്താര പോലുള്ള സിനിമകൾ വന്നപ്പോൾ നമുക്കൊക്കെ ഏത് ഭാഷയുമാകട്ടെ തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞ് ഓടുമ്പോ ഇതിൽ നിന്ന് സന്തോഷമായി ഒരു നേരത്തെ പിന്നെ അവരവരുടെ അസുഖങ്ങൾക്ക് അത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി സിനിമാക്കാർ മാത്രമല്ല, ഓട്ടംതുള്ളൽ, കഥകളി, കൂടിയാട്ടം, ചാക്യാർ കൂത്ത്, നാദസ്വരം, ദവില്, മദ്ദളം എന്ന് വേണ്ട എല്ലാ കലാകാരന്മാരും അല്ലെ, എല്ലാ കലാകാരന്മാർക്കും ഈ സിനിമ ഓടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ 3 രൂപയിൽ നിന്നാണ് ഓരോരുത്തർക്കും 3700-ലധികം ആളുകൾ ഈ എമൗണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എത്ര ആൾക്കാർ! അപ്പൊ ഒരു സിനിമ ഒരാൾക്ക്, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏതൊരു വ്യക്തി, ഞാനിപ്പോ ഒരാളുടെ പേര് പറഞ്ഞ് ആ ആൾക്ക് ഒരു വലിയ പ്രശസ്തി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പിന്നെ ഒരു സിനിമയെ കുറിച്ച് സിനിമ കണ്ട് 11 മണിക്ക് സിനിമ കണ്ടു, 2 മണിക്കുള്ളിൽ ആ റിവ്യൂ ഇടുന്ന ഒരാള് ഒരു സിനിമ നല്ലതാണ്, ഗംഭീര സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് താഴെ കമന്റ് ഇടുന്നവരോ അത് കണ്ടവരോ കൂടിപ്പോയ ഒരു 100 പേരോ 200 പേരോ ഉണ്ടാവും. അതേസമയം ഒരു മോശം സിനിമയാണ് എന്ന് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അതിന്റെ റിവ്യൂ കൂടുന്നു, അത് ഷെയർ ചെയ്യുന്നു, അതിന്റെ കമന്റ്. അപ്പൊ ഈ നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും അധികം ഇവിടെ പ്രചരണം കൂടുന്നത്. അപ്പൊ ഈ ആൾ എന്തിനാണ് ഇങ്ങനെയുള്ളവർ, ഇങ്ങനെ വിമർശിക്കുന്നവർ എന്തിനാണ്? അവർ പൈസ ഉണ്ടാക്കാനാണല്ലോ. അവർക്ക് ഈ യൂട്യൂബിൽ കൂടി ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോൾ അവർ പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെയല്ലേ ഒരു സിനിമ ചെയ്യുന്നത്. ആ സിനിമയിൽ കൂടി സിനിമ നിർമ്മിച്ച നിർമ്മാതാവ്, സംവിധായകൻ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ചായ കൊടുക്കുന്നവർ മുതൽ ഈ പറഞ്ഞ ക്ഷേമനിധി ബോർഡിൽ ഉള്ളവർ, ഈ 4000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നത് വരെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്, ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു സിനിമയെ കുറിച്ച് മോശമായി പറഞ്ഞാലും ഞാൻ തിയേറ്ററിൽ മാത്രമേ സിനിമ പോയി കാണൂ, ഞാൻ OTT കാണില്ല. വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ ഇപ്പൊ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ, അതുപോലെ എത്രയോ മിഥുനം ഭയങ്കര സക്സസ് ആണ്. എവിടെ? ഓൺലൈൻ മാധ്യമങ്ങളിൽ, യൂട്യൂബിൽ കോടിക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. തിയേറ്ററിലധികം പോയിട്ടില്ല. ദേവദൂതൻ തിയേറ്ററിലധികം പോയിട്ടില്ല. പക്ഷെ
കാലങ്ങൾക്ക് ശേഷം അതിന്റെ ടേസ്റ്റ് മാറുന്നു എന്ന് പറയുന്ന മാതിരി ഒരു ചെറിയ വാക്ക് കൊണ്ട് ഒന്നും ആലോചിക്കാതെ ചെയ്യുന്ന ഇത്തരം വിമർശനങ്ങൾ താങ്കൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷെ ഒരാഴ്ച ഒരു സമയം കൊടുക്കുക. ഇതൊരു എല്ലാവരും ഇവിടെ സ്പീൽബർഗ് ഒന്നും അല്ല, എല്ലാവരും സാധാരണ ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ 100% ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവം മാത്രമേ സംഭവിക്കൂ. അപ്പൊ അത് പടങ്ങൾ ഓടട്ടെ, എല്ലാവരും ഇവിടെ ജീവിക്കട്ടെ. ഇങ്ങനെ താങ്കൾ മാത്രം, ഇത്തരം വീഡിയോ ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ഇത് ഇട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ റിവ്യൂസും ഷെയറിങ്ങും കൊണ്ട് ജീവിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗം ഈ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്നവര്, ഇതിൽ നിന്ന് കിട്ടുന്ന ആ 3 രൂപയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് കൂടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കണം. സിനിമ നല്ലതാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ നല്ലതാണെന്ന് അത്രയും പറയുന്നുണ്ട്. ആ ദിവസത്തിന്റെ നൈറ്റ് ഷോ, സെക്കൻഡ് ഷോ ആവട്ടെ, ഫസ്റ്റ് ഷോ ആവട്ടെ, ഹൗസ്ഫുൾ ആയിട്ട് മാറാൻ സഹായിക്കുന്ന യൂട്യൂബർ പറഞ്ഞുകൊണ്ടല്ല ഹൗസ്ഫുൾ ആവുന്നത്. അത് ആയിരക്കണക്കിന് ആൾക്കാർ ഇറങ്ങി മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇത് വരുന്നത്. ഇപ്പൊ ഞാൻ പടം കണ്ടിറങ്ങി നല്ലതാണെങ്കിൽ 5 പേരെ വിളിച്ച് പറയും പടം നന്നായിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഈ യൂട്യൂബറെ കണ്ടുകൊണ്ട് മാത്രമല്ല പടം ഹിറ്റാവും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുമ്പോൾ സ്പീഡി ആയിട്ട് മൗത്ത് പബ്ലിസിറ്റി കൂടി ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ദിവസത്തെ ഒരാഴ്ച കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലതാണെങ്കിൽ ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ ഒരാഴ്ച ആളുകൾ കയറി കണ്ടിട്ട് അവർ പറയട്ടെ, ആ പടം അവർ സ്വയം പറയട്ടെ. അത് നമ്മൾ ഉടനെ സമൂഹ മാധ്യമം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരാളോട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പറയുന്നത് പോലെ അല്ലല്ലോ ഒരു സമൂഹ മാധ്യമങ്ങളിൽ കൂടി. പ്രത്യേകിച്ച് ഈ പറയുന്ന മാതിരി ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഒരു സംവിധാനം. ഇതുപോലെ ഒരുപാട് സിനിമകൾ, ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല. അപ്പൊ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത സിനിമയ്ക്ക് ഇന്ന കുഴപ്പങ്ങളായിട്ട് പറയട്ടെ. തീർച്ചയായിട്ടും രൂക്ഷമായി തന്നെ ഒരു സമയം കൊടുക്കും. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാഴ്ച വേണ്ട, ഒരു 3-4 ദിവസം ഒരു സമയം കൊടുക്കും എന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ ഞാൻ കണ്ടു ഇത് പൊട്ടാ സിനിമ, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി അതിന്റെ താഴെ വന്നിട്ട് അതിൽ ഇന്ന സീന് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേഷൻ ഇന്ന രീതിയിൽ ശരിയായില്ല, നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ശരിയായില്ല, നിങ്ങളുടെ സ്ക്രിപ്റ്റ്, ഇതൊക്കെ പറയട്ടെ. പറയുന്ന എന്താണ്? പറയുന്ന ഭാഷ എന്താണ്? പേറി വിളിക്കുക. ഏതൊരു വിഷയത്തിനും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാം, നമ്മുടെ വാക്കുകളിൽ കൂടെ, നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ, നമ്മുടെ സിനിമകളിൽ കൂടെ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇതുണ്ടാവും. പക്ഷെ അതിന് താഴെ വന്ന് വളരെ ആരോഗ്യപരമായി വിമർശിക്കുന്നതിന് പകരം അടിച്ചമർത്തിയിട്ടുള്ള ഈ വിമർശനം, അത് ഒന്ന് മിതപ്പെടുത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയുന്നത്. അതായത് ഇപ്പം ലോക സിനിമയും മലയാള സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇപ്പം 3-4 പടങ്ങൾ ഓടി എന്നുള്ളത് ശരിയാണ്. മലയാളത്തിന് ആദ്യ തുടക്കത്തിൽ അത് കഴിഞ്ഞ് പൊളിഞ്ഞു പോയ പടങ്ങൾ, അടിപടല പോയ പടങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. 4-5 പടങ്ങളെ ആദ്യത്തെ ഈ വർഷം ആദ്യം തുടങ്ങി. അത് കഴിഞ്ഞ് പോയ പടങ്ങളെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഈ 4-5 പടങ്ങളുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. പടങ്ങൾ നല്ലതായിരുന്നു, നല്ലതായിട്ട് ഓടി, അതൊക്കെ ശരി. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞില്ലേ വെട്ടിക്കളഞ്ഞു എന്നുള്ളത്, ഇത് ഞങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ്. ഇന്നലെ ഒന്നും തുടങ്ങിയല്ല. അന്ന് റിവേഴ്സ് ചെയ്യുന്ന ആൾക്കാരുമില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. ഞങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയിട്ട് ഓരോ ദിവസവും ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി വെട്ടി മാറ്റിയിട്ടുണ്ട്. ഒരു എഡിറ്ററെ കൊണ്ട്, അസിസ്റ്റന്റ് എഡിറ്ററെ കൂടെ വിട്ടിട്ട് ഇത് വെട്ടി മാറ്റി, ലെങ്ത്തും കൂടി പോയിട്ട് അല്ലെങ്കിൽ ലാഗ് അടിക്കുന്ന സീൻ, ഇതെല്ലാം എടുത്ത് മാറ്റിയ ചരിത്രം എത്രയോ വർഷങ്ങളായിട്ട്. ഞാനൊക്കെ സിനിമ 81 സിനിമ തുടങ്ങിയിട്ട് ഞാൻ ഒരു 90 ഈ ഇത് വരെ എനിക്ക് മിക്കവാറും പല സിനിമകൾ നമുക്ക് മോശമായെന്ന് തോന്നിയ സിനിമകളിലൊക്കെ നമ്മൾ പോയി വെട്ടിയിട്ടുണ്ട്. ലെങ്ത് കൂടുതലായിട്ട് അന്നേ തുടങ്ങിയിട്ടുള്ള ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾ ലെങ്ത് കൂടെ അന്ന് ഇവരാരും വിമർശിച്ചിട്ട്
ഇത് പറഞ്ഞിട്ടല്ല, ഇന്ത്യന് ഇപ്പം കൂടി ഇവര് പറഞ്ഞിട്ടല്ല, അവർക്ക് തോന്നി മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു പ്രേക്ഷകന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി ഇത് അവിടെ കൊള്ളൂല, ഇവിടെ ലാഗ് അടിക്കുന്ന ഞാൻ കെട്ടിക്കളയും. ഞങ്ങള് വെട്ടിയിട്ടുള്ളതാണ്. ഞാനൊക്കെ ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമയിൽ അതിൻ്റെ അകത്ത് വരെ ഞാൻ വെട്ടിയിട്ടുണ്ട്, വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പം അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ ഇവര് പറയുന്നത് കേട്ട് ഇവരുടെ റിവ്യൂ അനുസരിച്ചല്ല ഞങ്ങൾ സിനിമ എടുക്കുന്നതും. ഇനി നാളെ ഇവർ പറയും ഇങ്ങനെ സിനിമ എടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റൂ. അവര് നമ്മളെ സിനിമാക്കാരെ പഠിപ്പിക്കാൻ വരികയാണെന്ന് വെച്ചാൽ എങ്കിൽ അവരൊരു സിനിമ എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരട്ടെ, ഏറ്റവും മെച്ചമുള്ള സിനിമ അവർ ചെയ്യട്ടെ, ചെയ്ത് ഞങ്ങളെ കാണിച്ചു തരട്ടെ, എന്നിട്ട് പറയട്ടെ റിവ്യൂ പറയാൻ. ഞാൻ പറഞ്ഞു ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയം കൊടുത്തിട്ട് പറയും. ഇത് ഇറങ്ങി പറഞ്ഞാൽ ഇതൊരു തല്ലിപ്പൊളി പടമാണ്, ഇത് ഒരു വായിക്ക് കൊള്ളൂല, മറ്റേ പറഞ്ഞു. അങ്ങനെയാണ് ഒരു പടത്തിനെ കുറിച്ച് പറയുന്നത്. കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോട്ടെ. അത് കഴിഞ്ഞിട്ട് അങ്ങേര് പോയിട്ട് എവിടെ വേണോ 4-5 ദിവസം കഴിഞ്ഞ് ഈ ഒരു റിവ്യൂ നടത്തിട്ട് ഒരു പ്രൊഡ്യൂസർ മുടക്കുന്ന കാശ്, കോടിക്കണക്കിന് രൂപയുടെ കാശ് മുടക്കിയ ഒരു സാധനമാണ് വന്നിരുന്നോണ്ട് ഒരു ക്യാമറ, ഒരു ചെറിയ ഒരു മൊബൈൽ ക്യാമറ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത് ഇത് ഒരു വായിക്ക് കൊള്ളൂല, ഇത് മോശമാണെന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. എത്ര ഒരു പ്രൊഡ്യൂസറുടെ ചങ്കിലിട്ട് കുത്തുന്ന പോലാണ്. അയാളുടെ ജീവിതമാർഗമാണ് കളഞ്ഞു കുളിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. ഇവർ അത് തന്നെ വിമർശിച്ചോട്ടെ, എന്തിനെ വിമർശിക്കാം, നമുക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അതിന് സമയവും സന്ദർഭവും ഒക്കെ ഉണ്ടല്ലോ, അത് നോക്കി ചെയ്യട്ടെ. നമ്മളിപ്പോ ഈ ഒരു സിനിമയുടെ കാര്യം സംസാരിക്കാൻ വന്നിട്ട് നമ്മൾ വേറൊരു ട്രാക്കിലോട്ട് നീങ്ങുക, നമ്മൾ തിരിച്ചതിലോട്ട്. നല്ല ഭാഗം എന്ന് പറഞ്ഞാൽ അത് ആ പ്രൊഡ്യൂസറിന് പ്രയോജനം ചെയ്യാൻ അയാൾക്ക് കാശ് കിട്ടുന്ന, അയാളെ പെട്ടി കാശ് കിട്ടുന്നതാണ്, കോടിക്കണക്കിന് രൂപ കണക്കിരിക്കുന്നതാണ്. ഈ വർഷത്തെ നിങ്ങൾ പറയുന്ന ഈ പടങ്ങള് 4-5 പടങ്ങൾ ഒഴിച്ചാലും പടങ്ങള് പൊട്ടിയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് തൂക്കിയാൽ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ താന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്തോ തീർച്ചയായിട്ടും. എന്താന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പടം കാണാൻ പോയപ്പോൾ ഇതിപ്പോ അവരെ പിടിച്ചു, അവരെ ഫോളോ ചെയ്താണ് പിടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, തിയേറ്ററുകാരും ജാഗ്രത പുലർത്തിയാലും നടക്കും. തിയേറ്ററിന്റെ കളക്ഷനാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഞാനും എന്റെ ഫാമിലി പുറകിൽ ഫ്രണ്ടിലിരിക്കുന്ന 4 പേര്, ഒരു തമിഴ് പടമാണ്. അത് തുടങ്ങുമ്പോൾ എടുത്തു വെച്ച് 4 പേര് ഒന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങുക. 4 പേര് ഞാൻ ചാടി എണീറ്റ് ഞാൻ പറഞ്ഞു ഇവിടെ ചെയ്യാൻ ഒക്കില്ല എന്ന് പറഞ്ഞപ്പോ ഒരുത്തൻ എന്റെ അടുത്ത് പറയാണ് താൻ കൊണ്ടുപോയി കേസ് വിടണം. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ പറഞ്ഞു ഇപ്പൊ കാണിച്ചു തരാം, ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പോൾ ഞാൻ അപ്പൊ വിളിച്ചാണ്. വെറുതെ അപ്പോഴത്തേക്ക് അവർ നിർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് പറയാണ് ഞങ്ങൾ വെറുതെ ഒരു ഷോട്ടേ എടുത്തുള്ളൂ, ഒരു ഷോട്ട് പോലും എടുക്കാൻ അവർക്ക് അർഹതയില്ല, അവർക്ക് പറ്റത്തുമില്ല, അംഗീകാരമില്ല. അത് ഓരോരുത്തരൊക്കെ ചെയ്യുക, അതിന്റെ കുറെ ക്ലിപ്പ് എടുക്കുക, എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അവര് ഇന്റർവ്യൂവിൽ എന്നെ കണ്ടതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായി ഞാൻ ഇന്നാലാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് അവർ പിന്നെ അത് മിണ്ടായിരുന്നത്. അപ്പൊ ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ തിയേറ്ററുകാർ ഞങ്ങളിപ്പോ ഞാൻ മാത്രമല്ല തിയേറ്ററിൽ പോയി നോക്കാൻ ഒക്കില്ല, തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഇതിനു വേണ്ടി ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ തിയേറ്ററിലെ ഉടമസ്ഥന്റെ അടുത്ത് പോയി പറയാം. തിയേറ്റർ ഉടമയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ആരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ. പേരീസ് പ്ലസിൽ പോലീസിന്റെ സൈബർ സെക്യൂരിറ്റി വന്നിട്ട് അവർ ബുക്ക് ചെയ്തത് ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അല്ലാതെ ആ തിയേറ്റർ ഉടമ പോയി പറഞ്ഞിട്ടല്ല, ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഈ തിയേറ്ററിൽ ഇത് എടുക്കാതിരിക്കാൻ വേണ്ടി. എത്ര നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. പിന്നെ ടെലഗ്രാം പോലൊരു ആപ്പ്, അതിൻ്റെ അകത്ത് ഇത് മുഴുവൻ ഞങ്ങളിപ്പം ഇപ്പം ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിന്റെയും കൂടെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച്. ഞങ്ങൾ ഈ ആപ്പ് നിരോധിക്കണം എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിനിങ് തുടങ്ങാൻ പോവുകയാണ്. ടെലഗ്രാം ആപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന അതിൻ്റെ അകത്തുനിന്നുള്ള അവരാണ് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഇവരുമായിട്ട് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ പോവുകയാണ്. അത് നടക്കുമോ നടക്കാതിരിക്കും, എന്തായാലും നമ്മൾ ചെയ്യാൻ പോവാം. അല്ല പടം റിലീസ് ഒരു മണിക്കൂറിനകത്ത് വരും. എല്ലാ പടങ്ങളും വരില്ലേ?
ഇത് പോയിരുന്നു. ഇപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്യും. എവിടെ പോയിരുന്നു ഏതോ ഒരുത്തന്നെ എടുത്തിട്ട് അത് ലോഡ് ചെയ്യാണ്. ഇപ്പൊ റോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. റോക്കേഴ്സിനെ ഞങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ പോയി ആ ഒരു പറ്റം പോലീസ് സഹായത്തോടു കൂടി ഞങ്ങൾ പോയി കോയമ്പത്തൂരിൽ നിന്ന് അവരെ പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇവിടെ കൊണ്ട് ഇട്ടിരുന്നു. ഇവിടെ സെൻട്രൽ ജയിൽ ഒരു 4-5 മാസം ഇവിടെ കടന്നിട്ടാണ് പിന്നെ അവർക്ക് ജാമ്യം കിട്ടിപ്പോയത്. അവർ വീണ്ടും ഇറങ്ങിയിരിക്കും. തീർച്ചയായിട്ടും പറയും, തീർച്ചയായിട്ടും. ഇപ്പൊ നാളെ മറ്റന്നാൾ ഞങ്ങളുടെ ജനറൽ ബോഡി ആവുകൊണ്ട് അതിൽ ഞങ്ങൾ സംസാരിക്കാൻ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കും. തിയേറ്ററുകാർ കുറച്ചും കൂടി ജാഗ്രത ബാക്കി ഞങ്ങളുടെ ഇവിടുത്തെ മെമ്പേഴ്സ് എല്ലാം ഈ സിനിമ കാണാം. അങ്ങനെ ഞാൻ ഇവിടെ ഷോ അറേഞ്ച് ചെയ്തു. എനിക്കറിയില്ല, ഞാൻ ഉണ്ടായില്ല, പക്ഷെ നിങ്ങൾ ഭൂരിപക്ഷം പേരും ഈ സിനിമ കണ്ടിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടിട്ടുള്ളവർക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാം, അവർക്ക് അതിൽ സ്വാതന്ത്ര്യമുണ്ടെല്ലാം. പക്ഷെ കാണാത്തവർ മറ്റു ചില ഉദ്ദേശിക്കും. എനിക്കറിയാം ഇതിനകത്ത് ഈ അശ്വത് ഗോപ് എന്ന് പറയുന്ന ആളുടെ വ്യൂവേഴ്സ് എത്രയുണ്ടെന്നും അയാളുടെ എത്ര പേരാണ് ആ യൂട്യൂബിന്റെ പൈസക്ക് അയാൾ വേറെ ആളുടെ പൈസയൊന്നും വാങ്ങിക്കില്ല. യൂട്യൂബിന് ഇന്നത്തെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അയാളുടെ നമ്പർ ഓഫ് വ്യൂസ് കൂടുന്നു. അതിനായി കാരണം പോസിറ്റീവായിട്ടൊരു സിനിമയെ കുറിച്ച് എഴുതിയ ആരും കാണില്ല, അതിൻ്റെ വ്യൂസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ ഈ അയാളുടെ ഭാഷാശൈലിയും ഒരു ഭാവപ്രകടനവും എല്ലാം കൂടെ കൂടിച്ചേർത്ത് ഒരു സിനിമയെ വിമർശിക്കാൻ ഭീകരമായ പ്രേക്ഷകരെ വ്യൂ ആയിട്ട് കിട്ടും. അതിൽ നിന്ന് അയാൾക്ക് അത്രത്തോളം കോൺട്രിബ്യൂഷൻ കിട്ടും. പക്ഷേ ആ കിട്ടുമ്പോൾ ഇവിടെ വേറെ ഒരു പറ്റം മനുഷ്യർ, ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെയും സുരേഷ് പറഞ്ഞ പോലെയും എല്ലാം ഇപ്പുറത്തിരിക്കുന്ന വലിയൊരു വിഭാഗം അതിന് സമ്മതിയാണ്. അതും അവർ ചെയ്യാത്ത കുറ്റത്തിന് ഏത് സിനിമയെ കുറിച്ച് ചീത്ത സിനിമയോ നല്ല സിനിമയോ ഞങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ട്. അത് ഞങ്ങൾ ഈ ട്രേഡിൽപ്പെട്ടവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു സഹപ്രവർത്തകരുടെ സിനിമയെ വിമർശിക്കാനോ കുറ്റം പറയാനോ ഞങ്ങൾ സാധിക്കില്ല, പറയാറില്ല. പിന്നെ അതിനകത്ത് എന്തെങ്കിലും വളരെ കൃത്യമായിട്ട് തോന്നിയാൽ അയാളെ കണ്ടാൽ അയാളോട് സൂചിപ്പിക്കുന്നതല്ലാതെ നമ്മളൊരു പൊതുവിമർശനം നടത്താറില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവര് വിമർശിക്കേണ്ടപ്പോൾ ഭാഗ്യലക്ഷ്മിയൊക്കെ പറഞ്ഞ ഒരാഴ്ചയോ ഒരു 10 ദിവസമോ കഴിഞ്ഞിട്ട് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ, മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. മുമ്പ് ഈ വിഷ്വൽ മീഡിയയ്ക്ക് മുമ്പ് മാതൃഭൂമിയിലൊക്കെ സ്ഥിരമായിട്ട് കോഴിക്കോട് എന്നുള്ളവരൊക്കെ വിമർശനം വരും. അതൊക്കെ മിനിമം ഒരു 10-15 ദിവസമെങ്കിലും കഴിയണം. വളരെ വിശദമായിട്ടൊക്കെ വിമർശിക്കും, കാര്യമായിട്ട് വിമർശിക്കും. നമുക്കതിന് ഉൾക്കൊള്ളാനും പഠിക്കാനും ഉണ്ടാവും ആ വിമർശനത്തിൽ. അങ്ങനെ ഉണ്ടായിരുന്നു. അല്ലാതെ ഈ ഇറങ്ങിയ 3-ാം ദിവസം ഇതിന്റെ ഒരു ഷോ പോലെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും നമ്മളെപ്പോഴും നമ്മുടെ ഒരു മനസ്സിന് ചാഞ്ചല്യം അങ്ങനെയാണ്. എവിടെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെവി കൊടുക്കും. അത് അയാൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജിന് വേണ്ടി, ഒരു വ്യക്തിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജിന് വേണ്ടി ഒരു വലിയൊരു വിഭാഗത്തെ അയാൾ കഷ്ടത്തിലാക്കാൻ. ഇപ്പൊ മമ്മൂട്ടിയുടെ മോഹൻലാലോ പടം പോലെയല്ല താഴത്തുള്ള അല്പം ഉയർന്നു വരുന്ന കൃഷ്ണപടങ്ങൾ. അപ്പൊ അവര് നാച്ചുറലി, കാരണം അങ്ങനത്തെ ഒരു പടം കാണാൻ പോകാൻ ഒരു പ്രേക്ഷകരിൽ ഒരു ചെറിയൊരു മടുപ്പ്, ഈ അഭിപ്രായം കേട്ടാണ് അവർ തിയേറ്ററിലേക്ക് പോകുക. അതാണ് സൈക്കോളജി. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേക്കും അത് വേണ്ട, OTT കാണാം, അല്ലെങ്കിൽ സാറ്റലൈറ്റ് കാണാം. പക്ഷേ ഇത് സംഭവിക്കുന്ന എന്താണെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഈ നിസ്സാര പ്രയോജനത്തിന് വേണ്ടി വലിയൊരു സംഘം ആളുകളും അതിനു വേണ്ടി കാശ് പോലൊക്കെ ആൾക്കാരും അനുഭവിക്കുന്ന മനോവേദന കുറച്ചുന്നതാണ്. അവർക്ക് അതുകൊണ്ട് ഒരു ലാഭവും ഇല്ല. ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിച്ച് പുതിയ വിഷയത്തിലേക്ക് പോകാം. ഈ ഭാഗ്യലക്ഷ്മി ഒരാഴ്ചത്തെ സമയം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു ഒരാഴ്ച സമയം തരാം. ഈ സ്വാമി പറഞ്ഞ പോലെ പടം തിയേറ്ററിൽ സംവിധാനം കേൾക്കണമെന്ന് പറയുമ്പോഴേ പടം കണ്ടിട്ടല്ലേ എഴുതണം. ഞങ്ങളുടെ പടത്തിന്റെ കാര്യം പറയാം. സ്വാമി പറഞ്ഞില്ലേ പടം തുടങ്ങുന്നതിന് മുമ്പേ എഴുതി, അവിടെ ഏത് തിയേറ്ററിലെ സമയം. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എന്തെല്ലാം എഴുതിയാൽ CBI 5 എന്ന് പറയുന്ന പടം അപ്പം ഈ ഇവരുടെ യൂട്യൂബേഴ്സിന്റെ എഴുത്തുകൊണ്ട് ഒരു ചെറിയ ശതമാനം ബാധിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നു, സത്യമാണ്. പക്ഷേ അത് നെറ്റ്ഫ്ലിക്സിൽ ലോക സിനിമയോടെ കണ്ടുപിടിച്ച് എത്രയോ 2-3 ആഴ്ച 5-ാം സ്ഥാനത്തായിരുന്ന പടം. അപ്പൊ അങ്ങനെയുള്ള സംഭവം ഇവര് വിമർശിച്ച് അതിന് ഒരു പരിധി വരെ ഒരു കുറച്ച് ക്ലാഷെ ബാധിച്ച സിനിമ ലോക സിനിമയോട് കൂടി കടപിടിച്ച് അത് 5-ാം സ്ഥാനത്ത് 3-4 ആഴ്ച ഉണ്ടായിരുന്നു.
അങ്ങനെയും കൂടി സത്യമുണ്ട്.